അതെ, നമ്മുടെ ആക്റ്റീവരെ ഡിം ലൈറ്റ് കഥം ഹോഗയ വർക്ക് ചെയ്യണില്ല. ബ്രൈറ്റ് മാത്രമാണ് വർക്ക് ചെയ്യണത്. കണ്ടറിയാൻ പറ്റും. ഇതിന് എത്രമാത്രം ബുദ്ധിമുട്ടുണ്ട് ചേഞ്ച് ചെയ്യാൻ നോക്കാം. നമുക്ക് വീട്ടിൽ ചേഞ്ച് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ആദ്യം തന്നെ ഈ ലൈറ്റ് വാങ്ങാൻ പോയിട്ട് കടയിൽ നിന്ന്. ഇതിന് 190 രൂപയാണ്. HS1 12 വോൾട്ട് 45-40 എന്നാണ് ഇവർ പറയുന്നത്. ഡിമ്മും ബ്രൈറ്റും ഒരു ലൈറ്റിലാണ് വരുന്നത്. അപ്പൊ ഇതിന് 110 രൂപയുടെ ഉണ്ട്. അപ്പൊ അതിനേക്കാൾ കുറച്ച് ബ്രൈറ്റ്നസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് 190 ലൈറ്റ് വാങ്ങിയത്. ഇനി ഇത് എന്തൊക്കെയാണ് എങ്ങനെ മാറണേന്ന് ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്ക്. ഫസ്റ്റ് ആയിട്ട് സ്ക്രൂ ഡ്രൈവറാണ് ഇതിന്റെ മെയിൻ ആയിട്ട് കേട്ടോ. ഈ 2 മിറർ വരണം, അതിനുശേഷം ഈ ഐറ്റംസ് വരണം. കാണിച്ചു തരാം, വീഡിയോ ഒന്ന് കണ്ടോ. പക്ഷെ നമ്മള് ഈ 2 മിറർ നമ്മൾ ഊരി വെക്കണം. അതിന് ആദ്യം തന്നെ മിറർ പിടിക്കുക, നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ തിരിക്കുക. സിമ്പിളായിട്ട് സാധനം ഊരാട്ടാ. പിന്നെ നമ്മൾ എന്ത് സാധനം ഊരിയാലും അത് താഴെ വെക്കുക. ഞാനിപ്പോൾ സീറ്റുമേണ് വെച്ച് താഴെ വെച്ച് കഴിഞ്ഞാൽ അത് പോവാണ്ടി കിട്ടും നമുക്ക്. ഏത് സൈഡിലേക്കാണോ മിറർ ഇരിക്കണേ അതിന്റെ ഓപ്പോസിറ്റ് ആണ് ഊരിൻ്റെ കേട്ടാ. ഒരു 12ന്റെ സ്പാനർ നമുക്ക് ഇതിന് ആവശ്യമുണ്ട് കേട്ടോ. ഇത് കഴിഞ്ഞാൽ മിറർ ഊരി കഴിഞ്ഞാൽ നമുക്ക് ഈ 1 2 3 4 5 സ്ക്രൂ ഊരാണ്ട്. അപ്പൊ അതിന് തന്നെ ഇവിടെ നമ്മൾ ഊരിനും കേട്ടാ. നല്ല സ്ക്രൂ ഡ്രൈവർ എടുത്ത് കയ്യിൽ വെക്കണം, ത്രെഡ് കളയരുത് കേട്ടാ. അപ്പൊ ആദ്യം തന്നെ ഈ 5 എണ്ണം ഊരാ. സ്ക്രൂ ഊരുന്നത് പോലെ തന്നെ തിരിച്ചിടാനും പറ്റണം കേട്ടാ. കൂടുതലും നമുക്ക് കണക്റ്റിൽ ഒരെണ്ണം ഇടാം, പക്ഷെ കുറവ് വന്നു കഴിഞ്ഞാൽ പണി പാളേ. അപ്പോൾ സൂക്ഷിച്ച് കണ്ടൊക്കെ ഊരാ. അതുപോലെ തന്നെ കെയർ ചെയ്ത് എടുത്ത് വെക്കുക. ബാക്ക് സൈഡിൽ 5 സ്ക്രൂവും ഫ്രണ്ടിലാകെ ഒരു സ്ക്രൂ ഉള്ളൂ കേട്ടോ. അങ്ങനെ മൊത്തം 6 സ്ക്രൂ ആണ് നമുക്ക് ഊരാനുള്ളത്. വർക്ക്ഷോപ്പിൽ പോയി സമയമില്ലാത്ത നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഒന്ന് അയച്ചു കൊടുത്തോ. വീട്ടിൽ തന്നെ 10 മിനിറ്റ് കൊണ്ട് പരിപാടി ചെയ്യട്ടെ നമുക്ക്. ഫ്രണ്ടിൽ ഈ ഒരു സ്ക്രൂ വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അതിൻ്റെ താഴേക്ക് ഒരു ഹോളാണ്. അപ്പോൾ അത് താഴേക്ക് സ്ക്രൂ പോവാതെ നമ്മൾ സൂക്ഷിച്ച് കണ്ടൊക്കെ ഊരണം കേട്ടോ. അത് കഴിഞ്ഞ് നമുക്ക് ഈ 2 ക്ലിപ്പാണ്. നമ്മുടെ എല്ലാ സ്ക്രൂ ഊരി കഴിഞ്ഞു. ഈ മിററിൻ്റെ മുകളിലത്തെ ക്ലിപ്പ് ഊരി, അതായത് അതിനേക്കാളും പൊങ്ങിയിട്ട് വേണം നമ്മളത് വലിച്ച് പൊക്കാൻ വേണ്ടിയിട്ട്. ഇതാണ് നമ്മുടെ ഹെഡ്ലൈറ്റിൻ്റെ മാസ്ക് ഊരി കഴിഞ്ഞാൽ അകത്തെ വ്യൂ എന്ന് പറയണത്. ഇതാണ് നമ്മുടെ ഹാൻഡ് ഗിയർ എന്ന് പറഞ്ഞ ഹാൻഡ് ബ്രേക്ക് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇട്ടായിരുന്നു. അതിൻ്റെ ഹാൻഡ് ബ്രേക്കിൻ്റെ സിസ്റ്റമാണ് ആ ഏരിയയിലിരിക്കുന്നത്. ഇതിൻ്റെ പഴയ ക്ലിപ്പ് അതുപോലെ തന്നെ ഊരാ. നമുക്ക് പ്ലഗ് ആൻഡ് പ്ലേ ആണ്, വേറെ പരിപാടി വയർ കട്ടിങ് പരിപാടി ഒന്നും ഇല്ല. ഈ റബ്ബർ ബുഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം കയറാണ്ടിരിക്കാനുള്ള ബുഷാണ്. അത് ഊരിയിട്ട് ഈ ക്ലിപ്പ് ഊരി കഴിഞ്ഞാൽ ഹെഡ്ലൈറ്റ് ഊരിയെടുത്തു. അപ്പോൾ നമ്മുടെ പഴയ ഹെഡ്ലൈറ്റ് നമ്മൾ ഊരി, പുതിയ ഹെഡ്ലൈറ്റ് നമ്മൾ എടുത്തു. ഇതിൻ്റെ കട്ടിങ് നമ്മൾ ശ്രദ്ധിക്കണം. അതിനകത്ത് 3 കട്ടിങ് ഉണ്ട്. ആ വീതി തന്നെ നോക്കിയിട്ട് വേണം അതിനകത്ത് ഇറക്കി വയ്ക്കാൻ. അത് കഴിയുക ആ ക്ലിപ്പ് പ്രസ് ചെയ്ത് അതിനകത്ത് ഒരു ലോക്ക് ഉണ്ട്. അതിൽ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫിറ്റിങ് കഴിഞ്ഞു. ഇനി അതിൻ്റെ മുകളിൽ റബ്ബർ ബുഷ് പ്രത്യേകം ഇടണം കേട്ടോ. അത് മാറ്റി വെക്കരുത്. കാരണം മഴ പെയ്ത് കഴിഞ്ഞാൽ വെള്ളം അകത്ത് കയറിയാൽ തന്നെ ഉള്ളിലേക്ക് ആവാണ്ടിരിക്കാനാണ് ആ റബ്ബർ ബുഷ്. അതിൻ്റെ അടിയിൽ 2 ഹോളും കാണാം. വെള്ളം ബൈ ചാൻസ് കയറിയാലും താഴത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ എയർ പാസേജിനൊക്കെ വേണ്ടിയിട്ടാണ് ആ 2 വാൽവ് വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ കേബിൾ തിരിച്ചു വയ്ക്കുക. പ്രത്യേകം നോക്കണം കേട്ടോ. നമ്മൾ ലൈറ്റ് മാറിയിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രം അടയ്ക്കാൻ പാടുള്ളൂ. ഓണാക്കി ലൈറ്റ് കത്തി, ഡിമ്മും ബ്രൈറ്റും പാസും അടിച്ചു. ഓക്കെ, ഇനി തിരിച്ച് ഇതേപോലെ തന്നെ ഫിറ്റ് ചെയ്യുക. ഫിറ്റ് ചെയ്ത് കാണിച്ചു തരാം. വെയിറ്റ്. ഊരണ പോലെ അത്ര ഈസി അല്ല കേട്ടോ തിരിച്ചു വെക്കാൻ. അപ്പോൾ വെക്കണ ടൈമിൽ കറക്റ്റ് ലോക്കിങ് എല്ലാം കറക്റ്റ് ആണോ നോക്കണം. കാരണം അല്ലെങ്കിൽ നമ്മുടെ ആ കിലിക്കിൽ ശബ്ദം വരും വണ്ടി ഓടിക്കുന്ന സമയത്ത്. അപ്പോൾ പക്ക ലോക്കിങ് ആക്കിയിട്ട് സ്ക്രൂ ചെയ്യണം കേട്ടോ. അതായത് അടിഭാഗം മോൾഭാഗം എല്ലാം ലോക്ക് കറക്റ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് കണ്ടാൽ തന്നെ അറിയാം. ജോയിൻ്റ് ആവണ 2 സ്ഥലവും കറക്റ്റ് കൂട്ടുമുട്ടിയെന്ന് നോക്കി തന്നെ മനസ്സിലാക്കാം. അത് കഴിഞ്ഞാൽ നമ്മുടെ 5 സ്ക്രൂ ബാക്കിലെത്തിയും ഫ്രണ്ടിലത്തെ ഒരു സ്ക്രൂ ഇട്ട് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞ് ഫിറ്റ് ചെയ്യുമ്പോൾ നല്ല പക്കയായിട്ട് ഫിറ്റ് ചെയ്യണം. അതായത് വേറെ ആരും ദോഷം പറയരുതല്ലോ, നമ്മുടെ വണ്ടിയാണല്ലോ. അപ്പോൾ ശ്രദ്ധിച്ച് കണ്ടൊക്കെ ചെയ്യുക. അത് കഴിഞ്ഞാൽ മിറർ ഫിറ്റ് ചെയ്യുക. മിറർ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് 12ന്റെ സ്പാനർ വേണം. കാരണം ബൈ ചാൻസ് നട്ട് എന്തെങ്കിലും ലൂസ് ആവുകയാണെങ്കിൽ നമുക്കതൊന്ന് പക്ക ടൈറ്റ് ചെയ്ത് നമ്മുടെ വിഷൻ ക്ലിയർ ആക്കിയിട്ട് വേണം വെക്കാൻ. അപ്പൊ നമ്മുടെ പരിപാടി കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ. മാക്സിമം ഒരു 15 മിനിറ്റ് എടുക്കും. കുറച്ച് ക്ഷമ വേണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ഹെഡ്ലൈറ്റും ആക്റ്റീവരെ മാറാവുന്ന കേസുള്ളൂ. അപ്പോൾ ഇതിന് വേണ്ടി വർക്ക്ഷോപ്പിലേക്കൊന്നും പോകണ്ട. ഹെഡ്ലൈറ്റ് നാശമായി നടക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഒന്ന് അയച്ചു കൊടുത്തോ. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിൽ പാക്കല. ബൈ.